ഒക്കെ ഇടാം. ചെറിയൊരത്ത് നമ്മുടെ ഇതിലെ വെള്ളപ്പൊമ്പോ അതിന്റെ പേര് അറിയത്തില്ല. ഒരു കളറില്ലയോ? ഒരു തണ്ട് ഒടിച്ചിട്ട് കണ്ടുപിടിക്കണോ? പിന്നെ ഇതെങ്ങനെ വെക്കും? വിടവ് കാണും. അതതിന്റെ മണ്ടയ്ക്കോട്ട് ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ വിടവടയും. ആ ഇടവുള്ളിടത്തോട്ട് ഓരോന്ന് കയറ്റി വെക്കും. വളവോട് കൂടി അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വീഡിയോ കാണിച്ചില്ല, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അമ്മ വേറൊന്നുമല്ല അവിടെ നിന്നുകൊണ്ട് പറയുന്നത്, അതൊരു ഔഷധ ചെടിയാണ്, മുടിയൊക്കെ കളിക്കാൻ നല്ല ചെടിയാണ് അമ്മ അവിടെ നിന്നുകൊണ്ട്. ഇനി ഇവിടെ ഒരു കോമഡി ഉണ്ടായി കേട്ടോ. അമ്മയാണെങ്കിൽ തോർത്തെടുത്തിട്ട് അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു അത് നശയിലോട്ട് ഇട്ടേക്കാം. അച്ഛനാണെങ്കിൽ അത് ഓർക്കാതെ തോളയിലിട്ടുണ്ട് ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് പണിക്കും കൂടി. അമ്മ വിളിച്ചിട്ട് ചോദിച്ച് തോർത്ത് എന്ത് ചെയ്യുന്നു. അപ്പം ഞങ്ങളോട് കള്ളം പറഞ്ഞു, തോർത്ത് അവിടെ വിരിച്ചിട്ടേപ്പോൾ ഉണ്ട് നോക്കാൻ പറഞ്ഞു. വൈകിട്ട് വന്നപ്പോൾ അമ്മ വീണ്ടും ചോദിച്ചു തോർത്ത് എന്ത് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞ് തോർത്ത് എൻ്റെ തോളത്ത് കിടപ്പുണ്ടായി, ഞാൻ ഓർക്കാതെ അങ്ങ് പോയി വഴി വെച്ച് ഞാൻ എടുത്ത് അങ്ങ് കാട്ടിക്കളഞ്ഞു. ഞങ്ങൾ അമ്പലത്തിൽ പോവാ. നത്തൊന്നുമില്ല, ഇനി പറ്റുന്ന ദിവസം എല്ലാം അമ്പലത്തിൽ പോകണം. അത്തപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത് ഇനി ഇച്ചിരി താമസിച്ച് അമ്പലത്തിൽ പോകാനാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. ഒരുപാട് ദൂരെയൊന്നുമല്ല, വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലം. പരമ്പത്ത് ദേവി ക്ഷേത്രമാണ് അമ്പലത്തിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് കടയിലൊന്ന് കയറണമായിരുന്നു. ഫസ്റ്റ് വ്ലോഗിൽ പറഞ്ഞില്ല അമ്പിളിയാൻ്റിയുടെ കട, ആ കട കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരാൾ സീരിയലും കണ്ടുകൊണ്ടിരുന്ന് ചപ്പാത്തി വരത്തും. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ പോയ വിശേഷവും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനിരുന്ന കേട്ടോ. ഇന്നിവിടെ ചപ്പാത്തിയും തലേന്നത്തെ സാമ്പാറും. കേൾക്കുമ്പോൾ വിയേഡ് കോമ്പിനേഷൻ ആണെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ. എന്റെ പ്രായമുണ്ട് ഇല്ലേ അമ്മേ? ഇതോ കാസറോള് ഉണ്ണിക്ക് കണ്ട് 2-2.5 വയസ്സുള്ളപ്പോ ഓച്ചറ ദുബായി വേണമെന്ന് മേടിച്ച കാസറോള്. പക്ഷെ നല്ലതായിരുന്നു. ഇത്രയും വർഷമായി, 26 വർഷമായി. എന്റെ പ്രായമുള്ള കാസറോൾ. അങ്ങനെ കഥയൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പണിക്കിറങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഞങ്ങളുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കഴുകണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്തു തുടങ്ങത്തുള്ളൂ. എന്നും അമ്മ ഓരോ തുണി കഴുകി ഇടുമ്പോൾ താഴെ ഇടുന്നു. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് തുണി താഴെ പോയത്. എന്തോ അമ്മ അത്? അടീനിയത്തിന്റെ പ്ലാന്റ് ആണ്. പക്ഷേ പറഞ്ഞ വലിച്ചു. അയ്യോ പഴപ്പീരാണല്ലോ. അയ്യോടി എല്ലാം വാടി ഒരുമാതിരി പോലെ ആക്കി വെച്ചേക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ്, വേരുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെയായി തീരുവയില്ല. വലിയ ചെടിയൊക്കെ വാടിപ്പോയെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഇത് വെച്ചിട്ടില്ല കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ അങ്ങ് വിട്ടുപോയി. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ എപ്പോഴും വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കത്തില്ലല്ലോ. പിന്നെ അതുമല്ല ക്യാമറാമാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാനെന്നും പറഞ്ഞ് ഞാൻ ഫോൺ കൊടുത്തു, വോയിസ് കൊടുക്കാനെന്നും പറഞ്ഞു. ഫോൺ എങ്ങാണ്ട് കൊണ്ടുവച്ചിട്ട് അവള് ആണ്ട മാറിയിരിക്കുന്നു.
ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിയും പോയി. സുഖമല്ലയോ? ആ ഉറങ്ങാതെ വീഡിയോ എടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ള? ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ അടുക്കളയിലെ ജോലി ഒതുക്കണം, അതിന്റെ ഇടയ്ക്കൂടെ വീഡിയോയും എടുക്കണം. എവിടെ ഫോണും തന്നെ മാറിക്കിടന്ന് ഉറങ്ങി. വീഡിയോ എടുക്കാനാണോ വീഡിയോ എഡിറ്റ് ചെയ്യാനാണോ? വോയിസ് കൊടുക്കുന്ന ആരാ? വോയിസ് ഇപ്പൊ അടുക്കളയിലെ ജോലി എടുക്കാൻ വോയിസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ ഷാർജയും അടിച്ചു കുടിച്ചു കേട്ടോ. അവിടെ നിന്നുകൊണ്ട് എന്നെ കുറ്റം പറയും, ഞാൻ കൊള്ളാം സൂപ്പറാന്ന് പറഞ്ഞാൽ പറയാം, സ്വയമേ ഉണ്ടാക്കി സ്വയമേ നല്ലതാന്ന് പറയുന്നു. ഷാർജ അടിച്ചു കഴിഞ്ഞ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തില്ലല്ലോ. പിന്നെ ആ ഒഴിച്ചു വെച്ച് എന്നെ കൊണ്ട് വേറൊരു ഗ്ലാസ്സിലോട്ട് ഒഴിപ്പിച്ച് രണ്ടാമത് ഒഴിക്കുന്ന വീഡിയോ കേട്ടോ അത്. ഇന്നിവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ മീൻപീരയും പച്ചക്ക മെഴുക്ക് വരട്ടിയും മോരും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇന്നലത്തെ വീഡിയോയ്ക്ക് കുറച്ച് റെക്കോർഡൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ കൈകൊട്ടിക്കളിക്ക് പോയി. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ടൈം അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റയിൽ വീഡിയോ എടുപ്പും വ്ളോഗ് എടുപ്പും എഡിറ്റിങ്ങും എല്ലാം കൂടെ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഓക്കെ ആക്കി എടുക്കണം, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. കൈകൊട്ടിക്കളിക്ക് പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അതോടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കേ. ഈ പാട്ട് ചിലപ്പോൾ മ്യൂട്ടായി പോയേക്കാം കേട്ടോ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മ്യൂട്ടായേക്കും. കൈകൊട്ടിക്കളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കേട്ടോ. മഴ ആയതുകൊണ്ട് വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയതൊന്നുമില്ല. വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.